സോ നമ്മളെല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ഒരു മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി ഈദ് പോസ്റ്റർ ക്രിയേറ്റീവാണ്. സോ നമ്മളൊരു റിയൽ ക്ലയൻറ്റിനെ തന്നെയാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നമുക്ക് ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. സോ നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മുടെ പോസ്റ്ററിന് കൊടുക്കുന്ന സൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. സോ പ്രീവിയസ് വീഡിയോസ് കാര്യങ്ങളൊന്നും കാണാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, നമ്മളിവിടെയാണ് പോസ്റ്ററിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, റെസൊല്യൂഷന് കാര്യങ്ങളൊക്കെ കൊടുക്കുക. സോ ഈ ഒരു അളവ് തന്നെ നിങ്ങളും കൊടുത്താൽ മതി. സോ എൻ്റെ മൗസ് പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 2160 ഇൻറ്റു 2700 എന്ന് പറയുന്ന ഒരു റെസൊല്യൂഷനിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇവിടെ റെസൊല്യൂഷൻ ഇവിടെ 300 നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, കളർ മോഡ് കാര്യങ്ങളൊക്കെ RGB ഈ ഒരു ഇതേപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു ആർട്ട് ബോർഡ് അവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, സോ ഇനി നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓരോ ഫയൽസ് കാര്യങ്ങളൊക്കെ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫോൾഡർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്സസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാനായിട്ട് പറ്റും. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫയൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നമ്മൾ ഫസ്റ്റായിട്ട് എടുക്കുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ടുള്ള ഒരു കിച്ചൻ്റെ ഒരു ഇമേജാണ്. സോ ഇതൊരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഈദ് പോസ്റ്റർ ആയതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കിച്ചൺ ഇമേജ് നമ്മുടെ ആർട്ട് ബോർഡിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഞാൻ ചെയ്ത പോലെ തന്നെ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് അവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഫോട്ടോഷോപ്പിലോട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ടാൽ മതി. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു ഇമേജ് ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കണം. ആൻഡ് ഇതിലും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഇമേജ് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു ടേബിളും ഇവിടുന്ന് ഈ ഒരു വിൻഡോയും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഒരു ഡിസ്റ്റൻസ് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കണം. എന്നിട്ട് ഈ ഒരു ടേബിൾ ഈ ഒരു വിൻഡോൻ്റെ അടുത്ത് ഇവിടെ വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം. സോ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെയറാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു ലെയർ നിങ്ങൾ ഈ ലെയർ പാനലിൽ, ഇതാണ് ലെയർ പാനൽ. സോ ഈ ഒരു ലെയർ പാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ലെയേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ഈ ബാക്ക്ഗ്രൗണ്ട് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെയർ പാനൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്യാം. സോ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ ഒരു ടൂൾസ് ബാറിൽ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള സെലക്ഷൻ ടൂൾ, റെക്ടാങ്കുലർ മാർക്കറ്റ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെലക്ഷൻ ടൂൾ നിങ്ങൾ സെലക്ട് ചെയ്യാം. ആൻഡ് കുറച്ചൊന്ന് സൂം ചെയ്തിട്ട് ഈ ഒരു ടേബിളിൻ്റെ എഡ്ജസിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, സോ അവിടെ സെലക്ട് ആയത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു സ്ക്വയറിലൊരു സെലക്ഷൻ അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ എന്നിട്ട് നിങ്ങൾ Ctrl+J പ്രസ് ചെയ്യുക. Ctrl+J പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷൻസ്, സെലക്ട് ചെയ്തിട്ടുള്ള ഈ ടേബിളിൻ്റെ പോർഷൻസ് വേറൊരു ലെയറായിട്ട് ആ ഒരു പോർഷൻ മാത്രം മറ്റൊരു ലെയറായിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ Ctrl+J പ്രസ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. സോ ഇവിടെ ലെയർ 1 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടേബിളിൻ്റെ ലെയർ മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ബാക്ക്ഗ്രൗണ്ട് ഓഫാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് ടേബിൾ മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ആ ലെയറിൻ്റെ നെയിം ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ടേബിൾ എന്ന് ചേഞ്ച് ചെയ്യാം. സോ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ എനേബിൾ ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു വിൻഡോയും ഈ ഒരു ഭാഗം നമുക്ക് ഈ ടേബിളിന് അടുത്തുള്ള ഭാഗമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ആ ലെയറിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് ഇവിടെ ആ ഒരു നോട്ട്സ് കാണാൻ പറ്റും. എന്നിട്ട് ആ ഒരു ലെയർ സെലക്ട് ചെയ്യണം. മുകളിലെ ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ലെയർ സെലക്ട് ചെയ്യരുത്. ബാക്ക്ഗ്രൗണ്ട് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഇമേജിന് അടുത്തേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേബിൾ ആ ഒരു വിൻഡോക്ക് അടുത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ തന്നെയാണ് ഓരോ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സിലും നമ്മൾ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളുടെ ആയിട്ടുള്ള രീതിയിൽ നമുക്ക്
പ്രോപ്പറായിട്ടുള്ള എല്ലാ ഇമേജസും നമുക്ക് സൂട്ടബിളായിട്ട് കിട്ടണമെന്നില്ല. സോ അത് എൻഹാൻസ് ചെയ്തിട്ടും എക്സ്പാൻഡ് ചെയ്തിട്ടും ഇപ്പോൾ AI ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പ്രീമിയം വേർഷൻസിൽ അതുണ്ട്. അത് പ്രീമിയം വേർഷൻസിലുള്ള AI ഫീച്ചേഴ്സ് ഞാൻ കാണിക്കാത്തത് എല്ലാവർക്കും അത് അവൈലബിൾ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ AI യൂസ് ചെയ്തിട്ട് ജനറേറ്റീവ് ഫീൽഡ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്ത് കാണിക്കാത്തത്. സോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വിൻഡോൻ്റെ ഏരിയയിൽ നമുക്ക് ഒരു എക്സ്ട്രാ വേറൊരു വിൻഡോ ആഡ് ചെയ്യണം. ആൻഡ് ഇവിടെ നമുക്ക് ഒരു നൈറ്റിലൊരു മൂൺ നിൽക്കുന്ന, അതായത് ഒരു ഈദ് റിലേറ്റഡ് പോസ്റ്റർ ആയതുകൊണ്ട് ഒരു നൈറ്റിലൊരു ഡാർക്ക് ബ്ലൂ സ്കൈയിൽ ചന്ദ്രൻ തിളങ്ങി നിൽക്കുന്ന ഒരു സീനറി നമുക്കിവിടെ കൊടുക്കണം, സെറ്റ് ചെയ്യണം. സോ അതാണ് ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോൾഡറിൽ നമ്മൾ ആ ഒരു ഇമേജസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു വിൻഡോൻ്റെ ഇമേജ്, അതായത് വിൻഡോ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ഇമേജ് നമ്മൾ ഫോട്ടോഷോപ്പിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു വിൻഡോൻ്റെ ഏരിയയിൽ തന്നെ നമുക്ക് നമ്മുടെ വിൻഡോ സെറ്റ് ചെയ്യണം. സോ ആ ഒരു ബോറൊന്നും തോന്നാത്ത രീതിയിൽ, ഒരു ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ ഐഡിയക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും ചെയ്താൽ മതി. ഇതിൽ ഞാൻ വെക്കുന്ന ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് നിങ്ങളും നിങ്ങളുടെ വർക്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇനി ആ ഒരു വിൻഡോൻ്റെ ലെയർ ഇപ്പോൾ ഇവിടെ ടോപ്പിലാണ് കിടക്കുന്നത്. നമുക്ക് ജസ്റ്റ് ആ ഒരു വിൻഡോൻ്റെ ലെയറിൻ്റെ നെയിം ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വിൻഡോ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ആ വിൻഡോൻ്റെ ലെയർ ഇപ്പോൾ ഇവിടെ ടോപ്പിലാണ് കിടക്കുന്നത്. ഇവിടെ നോക്കി കാണാൻ പറ്റും. ഈ ഒരു ടേബിളിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഒരു വിൻഡോൻ്റെ ലെയർ കിടക്കുന്നത്. സോ അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തന്നെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ആൻഡ് ഇനി ഈ ഒരു വിൻഡോൻ്റെ ലെയർ ടേബിളിന് അടിയിലോട്ടാക്കണം. അടിയിലോട്ടാക്കാനായിട്ട് ഈ വിൻഡോൻ്റെ ലെയർ പിടിച്ചിട്ട് ഈ ലെയർ പാനലിൽ വന്നിട്ട് ടേബിളിൻ്റെ താഴോട്ട് കൊടുന്നിടുക. സോ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വിൻഡോ ലെയർ ടേബിളിൻ്റെ താഴെ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ടേബിളിന് താഴെ ആയിട്ട് ആ ഒരു വാളിൽ സെറ്റ് ചെയ്ത രീതിയിലാണ് ഇപ്പോൾ ഒരു വിൻഡോ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഒറിജിനൽ ലുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വർക്കാവും. പിന്നെ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തൊരു വിൻഡോൻ്റെ താഴെ ഓൾറെഡി ആ ഒരു ഇമേജിലുള്ളൊരു വിൻഡോ അവിടെ നിൽപ്പുണ്ട്. ഓൾറെഡി അവിടെ ഇമേജിലുള്ളൊരു വിൻഡോ അവിടെ നിൽപ്പുണ്ട്. അത് നമുക്കിനി അതിൻ്റെ മുകളിൽ വേറൊരു നമ്മുടെ ഒരു ഇമേജ് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു വിൻഡോ അവിടെ കവറായി പോകും. ഓക്കെ, ഇപ്പോൾ ഇത്രക്ക് സെറ്റായിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സ്കൈൻ്റെ ഇമേജ്, ഒരു ബ്ലൂ സ്കൈൻ്റെ ഒരു നൈറ്റിലൊരു ഇമേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. സോ അത് നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു. സോ ഇനി നമുക്ക് ഇതാ വിൻഡോൻ്റെ ഉള്ളിലൂടെ ഈ ഒരു സ്കൈ കാണുകയാണ്. നമ്മുടെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്യും. സോ നമുക്ക് ഇത് പോസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇപ്പോൾ എനിക്ക് ആ ഒരു വിഷന് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനൊരു പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മൾ പ്രൊഡക്റ്റ് അവിടെ സെറ്റ് ചെയ്യണം. നമ്മുടെ മൈൻഡിൽ തോന്നുന്ന രീതിയിലുള്ളൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഇമേജ് നമ്മുടെ മൈൻഡിൽ തോന്നുന്നത് നമ്മളൊരു ജസ്റ്റ് ഒരു റഫായിട്ടൊന്ന് ഡ്രോ ചെയ്ത് നോക്കും. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഇമേജസ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യം ഇത്രയ്ക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫൈനൽ ഔട്ട് വരെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റും. ഇടയ്ക്ക് വേറെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഞാൻ ചെയ്യുന്നത് നോക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് വേറൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഇമേജ് നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവണം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇമേജസ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഓരോ ഇമേജസും വ്യത്യസ്തമായിട്ടുള്ള ഇമേജസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെ ഒരു ഇമേജാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഫോട്ടോ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് പേര് കമൻറ്റിൽ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. സോ നമ്മുടെ മാനിപ്പുലേഷൻ പ്ലസ് ഒരു ഈദ് പോസ്റ്റർ ആക്കിയിട്ട് മാറ്റാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ സ്കൈൻ്റെ ഇമേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഇമേജ് ആ ഒരു
വിൻഡോൻ്റെ പിറകിലോട്ടാക്കണം. വിൻഡോൻ്റെ പിറകിലോട്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സ്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെയർ ഇവിടെ ടോപ്പിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇത്രയും വിസിബിളായിട്ട് ഇങ്ങനെ കാണുന്നത്, ഒറിജിനാലിറ്റി ഇല്ലാതെ കാണുന്നത്. സോ ആ സ്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമേജ് നമ്മൾ താഴോട്ട് ആ ഒരു ടേബിളിന് താഴോട്ട് ഓരോ ലെയറിനെ താഴോട്ട് കൊണ്ടുവരുന്നതിനനുസരിച്ച് ആ ഒരു ലെയർ താഴോട്ട് വരുന്നത് കാണാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ഭയങ്കരമായിട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് പറയുന്നത്. സോ ഓൾറെഡി അറിയുന്നവർക്ക് കുറച്ച് ലാഗ് അടിക്കുന്നുണ്ടാവും. സോ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് നമ്മൾ പ്രീവിയസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ജസ്റ്റ് അത് പഠിച്ചവർക്ക് ഇത് കേൾക്കുമ്പോൾ കുറച്ച് ലാഗ് കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടാവും. ബട്ട് ഏതൊരു ഫസ്റ്റ് ആയിട്ടുള്ള ഒരാളും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ആ ലെയർ എവിടെ നിന്ന് താഴോട്ട് കൊണ്ടുവരുന്നതനുസരിച്ച് ഇപ്പോൾ ടേബിളിന് താഴോട്ട് വന്നു, വിൻഡോൻ്റെ താഴോട്ട് വരുന്നതനുസരിച്ച് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു വിൻഡോക്ക് പുറത്തേക്ക് ഈ ഒരു വാളിലോട്ട് ഈ ഒരു ഇമേജ് കയറി കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കനുസരിച്ചിട്ട് നമുക്ക് എത്ര സൈസിലാണ് ആ ഒരു മൂണിൻ്റെ ഇമേജ് കാണുന്നത്. നമുക്ക് ഈ ക്ലൗഡിൻ്റെ ഇമേജ് ഇതൊന്നും വേണ്ട ആവശ്യമില്ല. ക്ലൗഡിൻ്റെ ആ ഒരു ഏരിയ നമുക്ക് ആവശ്യമില്ല, അത് ചെറുതായിട്ട് അവിടെ മതി. ഇനി നമുക്ക് കാണുന്ന രീതിയിൽ നമുക്ക് ഓക്കെ ആവുന്ന രീതിയിൽ ആ ഒരു മൂൺ സെറ്റ് ചെയ്തിട്ട് നമ്മളെ പോസ്റ്ററിന് എത്രത്തോളം വിസിബിലിറ്റി അത് വേണമെന്നുള്ള രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അതിനായിട്ടൊരു സിമ്പിൾ പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു റെക്റ്റാങ്കുലർ മാർക്കറ്റ് ടൂൾ തന്നെ സെലക്ട് ചെയ്തിട്ട് ഒരു സെലക്ഷൻ ടൂളാണ്. നമുക്കിങ്ങനെ സ്ക്വയർ സൈസിലുള്ള എല്ലാ സാധനങ്ങളും സ്ക്വയർ സൈസിൽ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ നമുക്ക് വേണ്ട ഏരിയ നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ആ ഒരു വിൻഡോ കവർ ചെയ്യുന്ന രീതിയിൽ ഇത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ ഒരു വിൻഡോക്കുള്ളിൽ വരുന്ന രീതിയിൽ ഇത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു സ്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ലെയർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇവിടെ മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ ഇത് ഇവിടെ ആവും, അല്ലെങ്കിൽ ഇത് ഇവിടെയാണ്. കാരണം ലെയർ പാനലിൻ്റെ താഴെ ആയിട്ടായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക. സോ ഇങ്ങനൊരു ടൂള് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സോ അത് സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് മാസ്ക് ആയിട്ട് നമുക്ക് വേണ്ട ഭാഗം മാത്രമായിട്ട് തന്നിട്ടുണ്ട്. സോ ഈ ഒരു പ്രോസസ്സ് ഒരുപാട് എഡിറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരുപാട് ഡിസൈൻസിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് വർക്കിൽ നിങ്ങൾക്ക് ഇനിയും ചെയ്യുന്ന വർക്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് ആ കട്ട് ചെയ്ത സാധനം തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു മാസ്ക് ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് അതിലും ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ അത് റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വരും. അല്ലെങ്കിൽ കൺട്രോൾ Z അടിച്ചാലും മതി. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ട് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു പോസ്റ്ററിൽ ഉൾപ്പെടുത്തുന്നില്ല. നമ്മൾ ഈ ഒരു പോസ്റ്ററിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു പോസ്റ്ററിൽ പറയുന്നുള്ളൂ. ഓക്കെ, ആൻഡ് നമ്മളിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് വലിയ ഒറിജിനാലിറ്റി കാര്യങ്ങളൊന്നും കാണുന്നുണ്ടാവില്ല. ബട്ട് നമ്മൾ ആ ഒരു ഒറിജിനൽ രീതിയിലോട്ട് നമ്മൾ മാറ്റിയെടുക്കലാണ്. ഓക്കെ, സോ ഇത്തരത്തിലൊരു ഇമേജ് ആയിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്കിവിടെ കാണാൻ പറ്റും, നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള മൂണിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ ഒരു ടേബിൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു റിഫ്ലക്റ്റഡ് ആയിട്ടുള്ളൊരു രീതിയിലുള്ളൊരു ടേബിളാണ്. അതായത് ഇവിടെയുള്ള ഒബ്ജക്റ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇവിടെ ചെറുതായിട്ട് കാണുന്നുണ്ട്. സോ നമുക്കും ആ ഒരു ഇവിടെയുള്ള ഏരിയയിലുള്ള ഈ ഒരു മൂണിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്കിവിടെ ആഡ് ചെയ്യണം. സോ അതിനായിട്ട് നമ്മൾ ആ ഒരു മൂണിൻ്റെ ലെയർ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്കൈ ലെയർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു കോപ്പി എടുക്കണം. കോപ്പി എടുക്കാനായിട്ട് കൺട്രോൾ J പ്രസ് ചെയ്താൽ മതി. ആ ഒരു ലെയറിൻ്റെ കോപ്പി അവിടെ വന്നിട്ടുണ്ടാകും. എന്നിട്ട് നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ ഒരു എഡ്ജസിൽ, അത് ഇവിടെ സെലക്ഷൻ വന്നതിൻ്റെ ഈ ഒരു നോഡിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജിൻ്റെ കോപ്പി ഇവിടെ വരുന്നത് കാണാൻ പറ്റും. കൺട്രോൾ അല്ല, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യണം. ഓക്കെ, സോ അതിന് മുമ്പ് നമ്മൾ ഈ ഒരു ലെയർ ഈ ടോപ്പിലോട്ട് ഇടണം. ഓക്കെ, ഈ ഒരു ലെയർ ഇതിൻ്റെ ടോപ്പിലോട്ട് ഇടണം, എന്നാലേ ഈ ടേബിളിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമ്മൾ ഈ ഒരു ലെയറിനെ
ഇങ്ങനെ വലിച്ച് ഇതുപോലെ ആക്കണം, ഒരു റിഫ്ലക്ഷൻ രീതിയിലോട്ടാക്കണം. അതിന് വേറെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് നമുക്ക് ഇത് എളുപ്പത്തിൽ നമുക്കൊരു ഒറിജിനൽ ലുക്കിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ടൈം കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ അതിനനുസരിച്ച് ഞാനിത് പെട്ടെന്ന് ചെയ്തു പോകുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലാവാൻ, നിങ്ങൾ എത്രത്തോളം ഇതിൽ സ്പെൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്യുന്നു അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ അത്രയും അടിപൊളിയാക്കിയിട്ട് ഇത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ആയിട്ട് പോകും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതിങ്ങനെ പെട്ടെന്ന് ചെയ്തു പോകുന്നത്. നമ്മളിവിടെ ആ ഒരു ഷാഡോ ഇവിടെ വരുന്ന രീതിയിൽ, ഏകദേശം വരുന്ന രീതിയിൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. നമ്മൾ എത്രത്തോളം ടൈം എടുത്ത് ആ ഒരു കറക്റ്റ് പൊസിഷന് കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ഇത് കൺട്രോൾ കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഓക്കെ, ഏകദേശം നമ്മളൊരു റിഫ്ലക്ഷൻ ആക്കി എടുത്തിട്ടുണ്ട്. മുകളിലോട്ട് നിന്നോട്ട് ആ ഒരു ടേബിളിന്മേ ആ ഒരു മൂണിൻ്റെ റിഫ്ലക്ഷൻ കാണുന്ന രീതിയിൽ നമ്മൾ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻസിൽ നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതായത് ആ റിഫ്ലക്ഷൻ ആ ടേബിളിൽ വരുന്ന രീതിയിൽ ഈ ബ്ലെൻഡ് മോഡലിൽ ഏതെങ്കിലും ഓപ്ഷൻസ് നമുക്ക് പറ്റുന്ന രീതിയിലുള്ളതുണ്ടെന്ന് നോക്കാം. ആൻഡ് നമ്മൾ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. യെസ്, ഈ ഒരു പോർഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു റിഫ്ലക്ഷൻ അവിടെ തരുന്നുണ്ട്. ആൻഡ് നമ്മൾ ഓവർലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു റിഫ്ലക്ഷൻ അവിടെ തന്നിട്ടുണ്ട്, ഓവർലേ. സോ നമ്മളത് സെലക്ട് ചെയ്യാണ്. അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇനി അവിടെ ആ ഒരു മാസ്കിൻ്റെ ഓപ്ഷൻ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത് നമ്മൾ സെലക്ട് ചെയ്ത് ഒഴിവാക്കിയ ഒരു മാസ്ക് ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. ആ ഒരു ഇവിടെ ഈ ലെയർ പാനൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇമേജിൻ്റെ രണ്ടാമതായിട്ട് ഒരു മാസ്കിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എറേസ് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസ് നമ്മൾ എറേസ് ടൂൾ സോഫ്റ്റ് റൗണ്ട് ബ്രഷ് സൈസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻസ് കിട്ടും. ഇതിനനുസരിച്ച് നിങ്ങളുടെ ബ്രഷ് കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റിഫ്ലക്ഷൻ നമ്മൾ ആഡ് ചെയ്ത ലെയർ ഇതിൻ്റെ മുകളിലോട്ട് വന്നിട്ടുണ്ടാവും, ഈ ഒരു വിൻഡോൻ്റെ മുകളിലോട്ട് വന്നിട്ടുണ്ടാവും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഇതിവിടെ ഡ്രാഗ് ചെയ്ത് ഒഴിവാക്കുന്നു. ഓക്കെ, ഇത്രയും ഏരിയയിലോട്ട് നമ്മളിങ്ങനെ കയറി നിൽക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെ ഒഴിവാക്കുന്നു. പിന്നെ ഇവിടെ ഈ ടേബിളിൻ്റെ എഡ്ജ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും നമ്മുടെ റിഫ്ലക്ഷൻ. സോ അതും നമ്മൾ ഈ ഏരിയയിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇത് ജസ്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഞാൻ എളുപ്പത്തിന് ഇവിടെ റിമൂവ് ചെയ്യാണ്. ആ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമുക്ക് അത്രക്കും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു റിഫ്ലക്ഷൻ കാണുന്നില്ല, ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആ റിഫ്ലക്ഷൻ്റെ ലെയറിന് ചെറുതായിട്ടൊരു ബ്ലർ എഫക്റ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് അങ്ങനെ കാണേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ബ്ലറായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി. സോ സ്കൈ കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് ഗോഷ്യൻ ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും നാലാമതായിട്ട്, അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലെയർ അവിടെ ബ്ലറാവുന്ന കാണാൻ പറ്റും. നിങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ലെയർ അവിടെ ഒരു ബ്ലർ എഫക്റ്റ് വന്നിട്ടുണ്ടാവും. സോ ഓക്കെ, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു ലെയറിന് ഒരു ബ്ലർ എഫക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ചെറിയ ഒരു ഇതൊക്കെ കാണാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വലിയ മിസ്റ്റേക്കൊക്കെ കാണാൻ പറ്റും. കാരണം ഇതൊരു നൈറ്റ് ലുക്കിലോട്ട് നമ്മൾ മാറ്റിയിട്ടില്ല, നമുക്കിത് നൈറ്റ് ലുക്കിലോട്ട് മാറ്റണം. ഈ ഒരു ഓവറോൾ ഇമേജിനെ നമുക്കൊരു നൈറ്റ് ലുക്കിലോട്ട് മാറ്റാനുണ്ട്. ആൻഡ് ഇവിടെ കുറച്ച് ബോറായി കിടക്കുന്ന പോർഷൻസൊക്കെ കാണാൻ പറ്റും. ബട്ട് അവിടെ നമുക്ക്
നമ്മുടെ പ്രൊഡക്റ്റ് വരും. നമ്മുടെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഇതിനെ ഓവർലേ ചെയ്ത് ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇവിടെ വരുന്നതുകൊണ്ട് അത് ഓൾറെഡി നമുക്ക് അറിയണോണ്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നത്. സോ ഇവിടെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഓൾറെഡി നമുക്ക് അറിയുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എഡ്ജ് ഇവിടെ കാണാത്ത രീതിയിൽ നമ്മൾ എറേസൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾ ഈ ഒരു പോസ്റ്ററിൻ്റെ പ്രോസസ്സ് പോകുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും. ആൻഡ് ഇപ്പോൾ ഇത്രയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഓരോ ലെയേഴ്സ് ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ കിടന്നിരുന്ന ഒരു ലെയറിനെ, ഇങ്ങനെ കിടന്നിരുന്ന ഒരു ഇമേജിനെ നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റിയെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ. ആൻഡ് ഇനി നമുക്ക് ഇതിന് മൊത്തത്തിലൊരു നൈറ്റ് ലുക്ക് കൊണ്ടുവരണം. അതിനായിട്ട് നമ്മളിവിടെ ഈ ഒരു ഓപ്ഷൻസിൽ, നേരത്തെ മാസ്കിൻ്റെ ഓപ്ഷൻസൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഓപ്ഷൻസിൽ ഇവിടെ സെൻട്രലായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കാണാനായിട്ട് പറ്റും. അത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ ഒരു ഐക്കൺ കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ സോളിഡ് കളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളർ കാണാനായിട്ട് പറ്റും. സോളിഡ് കളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഏത് കളറും ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ഒരു കളർ കോഡ് ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ബ്ലൂ കളർ തന്നെ നമ്മളവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് തന്നെ കിട്ടും. നിങ്ങളിവിടെ ഈ ഒരു കോഡ് നോക്കുക, 000CA3 CA6 ഇതാണ് നമ്മുടെ കോഡ് വന്നിട്ടുള്ളത്. സോ അത് ഓക്കെ കൊടുക്കുക. അത് ഓക്കെ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ബ്ലൂ ലൈറ്റിനെ ബ്ലെൻഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബ്ലെൻഡ് ചെയ്യണം. സോ ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇതും കാണാനായിട്ട് പറ്റും. ഓവർ ഡാർക്കായിട്ട് ഒരു ലൈറ്റിങ്ങും ഇല്ലാത്തൊരു പൊസിഷൻ പോലെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ യൂസ് വരുന്ന ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പല രീതിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് നമുക്ക് ഇവിടെ ഇത്രയും ഡാർക്ക് ആക്കിയിട്ട് നമുക്ക് ഒരിക്കലും കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം അതിലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അതിൽ നല്ലപോലെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഇതിങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഓപ്റ്റായിട്ടുള്ള ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുക. സോ നമ്മളിവിടെ ഈ ഒരു ലുക്കൊക്കെ നമുക്ക് ഏകദേശം ഓക്കെ ആയിട്ടുള്ളതാണ്. നമ്മളിവിടെ ഈ സോഫ്റ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ഇമേജ് ഒരു നൈറ്റ് ഒരു ലുക്കിലോട്ട്, അല്ലെങ്കിൽ ഒരു നൈറ്റിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ഒരു രീതിയിലോട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട് ആ ഒരു ലുക്ക്. അതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ ഗ്രേഡായിട്ട്, കളർ ഗ്രേഡ് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മളൊരു എൻറ്റയർലി ഡേ തീമിൽ നിന്ന് നൈറ്റ് തീമിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഓവർലേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യണം. സോ ഇനി നമുക്ക് ചെയ്യാനുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ പ്രൊഡക്റ്റ് കൊടുക്കണം, അതിന് ഷാഡോസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം, ആൻഡ് കുറച്ച് ഓവർലേ ബ്രഷ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. ആൻഡ് വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഫോൾഡർ എടുക്കുന്നു. നമ്മുടെ പ്രോഡക്റ്റ്സ് നമ്മൾ കഴിഞ്ഞ ഒരു ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ബാവാസ് റൈസ് പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ റൈസ് പൗഡറും ആൻഡ് കോക്കനട്ട് ഓയിലുമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളൊരു കിച്ചൺ തീമിൽ, കിച്ചൺ എന്നൊരു വിൻഡോൻ്റെ ഉള്ളിലൂടെ ഇതിൻ്റെ ഒരു ചന്ദ്രൻ കാണുന്ന ഒരു എന്താ പറയുക, ഒരു ക്രസൻറ്റ് കാണുന്ന രീതിയിൽ നമ്മളൊരു ഇമേജ് അവിടെ സെറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഡക്റ്റും ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്രിയേറ്റീവാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, ആൻഡ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഇമേജ് നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. പ്രോഡക്റ്റിൻ്റെ ഇമേജ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഞാനിവിടെ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ ഈ എഡ്ജസ് ഇങ്ങനെ ബോറായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് റിമൂവ് ചെയ്യണം. അതായത് ആ സ്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോപ്പി എടുത്ത് നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് മാസ്കിൽ പോയിട്ട് നമ്മൾ എറേസ് ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ഈ ഒരു എക്സ്ട്രാ വരുന്ന ബോറായി നിൽക്കുന്ന ആ ഭാഗം നമ്മളിങ്ങനെ എൻഹാൻസ് ചെയ്ത് കളയുകയാണ്.
ഓക്കെ, എൻഹാൻസ് ചെയ്ത് കളയുകയല്ല, എറേസ് ചെയ്ത് കളയുകയാണ്. ആ ഒരു എഡ്ജ് എൻഹാൻസ് ചെയ്തിട്ട് എഡ്ജിനൊരു ആ ഒരു ലുക്ക് കൊണ്ടുവന്നിട്ട് ഒരു റിഫ്ലക്ഷൻ ലുക്കിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആൻഡ് പ്രോഡക്റ്റിനെ നമ്മൾ പ്രൊഡക്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റിനെ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഈ പ്രോഡക്റ്റിന് ഷാഡോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു ഒറിജിനൽ ലുക്ക് കിട്ടും. ഇപ്പോൾ ഒരു ഒറിജിനൽ ലുക്ക് ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് അവിടെ കട്ട് ചെയ്ത് വെച്ച പോലെ അവിടെ ഉണ്ടാവുള്ളൂ. ആൻഡ് പ്രോഡക്റ്റ് നമ്മളിങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ആൻഡ് നമുക്ക് ഇവിടെ ഒരു ബോട്ടിൽ കൂടി വരുന്നുണ്ട്, ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ബോട്ടിൽ കൂടി വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ PNG ഇമേജസ് ഞാൻ നമ്മുടെ ഫയലിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഞാൻ കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചതാണ്. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സാണ്, നമ്മളെ റിയൽ ക്ലയൻ്റാണ്. സോ നമ്മൾ പല പോസ്റ്റേഴ്സിലും നമ്മൾ യൂസ് ചെയ്യുന്ന അവരുടെ പ്രോഡക്റ്റ് ഇമേജസ് ആണ്. എന്നിട്ട് നമ്മളിവിടെ ആ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഓവർ പ്രൊപ്പോർഷൻസ് കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പോസ്റ്റർ ഭംഗി ഉണ്ടാവണം, ഒരു ഒറിജിനൽ ലുക്ക് തോന്നണം, പ്രോഡക്റ്റും ഹൈലൈറ്റ് ആവണം. ആൻഡ് നമ്മുടെ തീമായിട്ടുള്ള ഈദാശംസകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു തീമും നമ്മുടെ ഓഡിയൻസിന് കത്തണം. അത്രേ നമ്മൾ ഈ ഒരു പോസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓവർ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കി ഒരുപാട് ഈ ഒരു പോസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഈദ് ദിനത്തിൻ്റെ തലേന്നും ആ ഒരു ഈദ് ദിനത്തിലും ഏറിപ്പോയ ഒരു ഈദ് ദിനം കഴിഞ്ഞിട്ടും പിന്നെ അത്യാവശ്യം പോസ്റ്റർ ക്രിയേറ്റീവ്സ് കാര്യങ്ങളൊക്കെ അറിയുന്ന ഇതുപോലെയുള്ള നമ്മളെ ഡിസൈനേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻസ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ഡിസൈന് കാര്യങ്ങളൊക്കെ അടിപൊളിയാണോ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നല്ലാതെ ഒരു നോർമൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 or 3 ഡേയ്സിനുള്ളതേ ഉള്ളൂ. സോ അപ്പോൾ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നോക്കി പല പ്രൊപ്പോർഷൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രൊഫഷണലി നമ്മളിതിന് മീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഹൈലൈറ്റ് ആവുന്ന രീതിയിൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബോട്ടിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനിടയിൽ ഓവർ സ്പേസ് വരണ്ട. രണ്ട് പ്രോഡക്റ്റും ഒരു സ്പേസ് വന്നു കഴിഞ്ഞാൽ ഒരു ബോറുണ്ടാവും. രണ്ട് പ്രോഡക്റ്റും അടുത്തടുത്ത് ഇരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഷാഡോസ് ആഡ് ചെയ്യണം. അതിനായിട്ട് പ്രോഡക്റ്റ് നമുക്ക് കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് വെക്കാം. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഷാഡോസ് ആഡ് ചെയ്യണം. അതായത് നമ്മൾ ഈ ഒരു രണ്ട് പ്രോഡക്റ്റ് ഈ ഒരു ടേബിളിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ഷാഡോസ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ ലൈറ്റിംഗ് എവിടെ നിന്നാണ് വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ കൊടുക്കുന്ന ഷാഡോ എന്ന് പറയുന്നത്. സോ ഇവിടെ ലൈറ്റിംഗ് വരുന്നത് ഈ ഒരു പൊസിഷനിൽ നിന്നാണ്, അതായത് ഈ ഒരു പുറത്ത് ഔട്ട്സൈഡിൽ നിന്നാണ് നമ്മൾ ലൈറ്റിംഗ് വരുന്നത്. നോർമലി ഈ ഒരു ഏരിയയിൽ നിന്നാണ് ലൈറ്റിംഗ് വരുന്നത്. നമ്മൾ എല്ലാ പ്രോഡക്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഈ സൈഡിൽ നിന്നാണ് ലൈറ്റിംഗ് വരുന്നത്. അത് പിന്നെ ഓവറോൾ നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്യും. ഓക്കെ, ലൈറ്റിംഗ് വരുന്ന രീതിയിൽ ഒന്നും കൂടി എടുത്ത് കാണിക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. ആൻഡ് ഇവിടെ പ്രോഡക്റ്റിൻ്റെ താഴെയായിട്ട് നമ്മളിപ്പോൾ ഇനി ഈ ഒരു ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഷാഡോ കൊടുക്കേണ്ടത്. ഇവിടെ ഓൾറെഡി ചെറുതായിട്ടൊരു ഷാഡോ ഉണ്ട്, നോർമലി ഉള്ള ഒരു ഇമേജിലുള്ളൊരു ഷാഡോ ഉണ്ട്. സോ ഈ ഒരു 2 റൈസ് പൗഡറിൻ്റെയും കോക്കനട്ട് ഓയിലിൻ്റെയും ലെയറിന് താഴെയായിട്ട് നമ്മളൊരു പുതിയ ലെയർ ആഡ് ചെയ്യാം. എൻ്റെ മൗസ് പോയിൻ്റ് ശ്രദ്ധിക്കുക. ഓരോ പ്രോസസ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഇനിയും ലാഗായിട്ട് പോകും. സോ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തത്. സോ അതിൻ്റെ പേര് മാറ്റിയിട്ട് നമ്മൾ ഷാഡോ എന്ന് കൊടുക്കുന്നു. ആൻഡ് ഇനി നമുക്ക് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ നോർമലി കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷാഡോസ് എങ്ങനെ ആഡ് ചെയ്യാം, ബ്രഷ് ടൂൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു നോട്ട്സ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്രഷ് ടൂളിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓൾറെഡി ഞാനിവിടെ ഷാഡോ കൊടുത്തിട്ടുള്ള പ്രീസെറ്റുകൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് റീസെൻ്റായിട്ട് ഞാൻ യൂസ് ചെയ്ത ബ്രഷുകൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് നേരെ അത് എടുത്ത് യൂസ് ചെയ്താൽ മതി. സോ ഞാൻ ഈ രീതിയിലുള്ള ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നോട്ട്സ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ 2 നോട്ട്സ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രഷ് ടൂൾ ഇതുപോലെ ആക്കാനായിട്ട് പറ്റും. ആൻഡ് എൻ്റർ പ്രസ് ചെയ്യാം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പലരും കമൻറ്റിൽ ചോദിച്ചിരുന്നു ബ്രഷ് ടൂൾ ഇതുപോലെ എടുക്കുമ്പോൾ ഇതുപോലത്തെ സർക്കിൾ വരുന്നില്ല, ഒരു പ്ലസ് ഐക്കണാണ് വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപ്സ് ലോക്ക് എനേബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടൂളിൻ്റെ അവിടെ ഒരു ജസ്റ്റ് ഒരു പ്ലസ് ഐക്കൺ മാത്രം കാണുന്നുള്ളൂ. സോ ക്യാപ്സ് ലോക്ക് നിങ്ങളുടെ കീബോർഡിൽ എനേബിൾ അല്ല എന്നുള്ളത്, ഓഫാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാപ്സ് ലോക്ക് ഓഫാക്കി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് നിങ്ങളുടെ ടൂള് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും. ഇനി നമുക്കിവിടെ കളർ സെലക്ട് ചെയ്യണം. ഞാനിവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു ആൻഡ് ഒപ്പാസിറ്റി 26-ൽ കൊടുക്കുന്നു, ഫ്ലോ 88-ൽ കൊടുക്കുന്നു. അതൊക്കെ ഞാനിവിടെ കൊടുത്ത രീതിയിൽ തന്നെ നിങ്ങളും സെറ്റ് ചെയ്യാം. എന്നാൽ ഞാൻ കൊടുക്കുന്ന എക്സാക്റ്റ് റിസൾട്ട് സെയിം ടൈം നിങ്ങൾക്കും കിട്ടും. ഓക്കെ. ആൻഡ് ഇവിടെ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്നതനുസരിച്ച്, സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഷാഡോ അവിടെ വരുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ. ബ്രഷിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റുമാണ് ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ക്ലോസ് ബ്രാക്കറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വലുപ്പം കൂടും. അതായത് സ്ക്വയർ ബ്രാക്കറ്റ് കേട്ടോ. ഓക്കെ. സ്ക്വയർ ടൈപ്പിലുള്ളൊരു ബ്രാക്കറ്റ് ഉണ്ടല്ലോ, നമ്മുടെ കീബോർഡിൽ നോക്കി കാണാൻ പറ്റും. നോർമലി ഉള്ള ഒരു റൗണ്ടഡ് ഷേപ്പ് ബ്രാക്കറ്റ് അല്ല. സോ അതിന് എക്സാക്റ്റ്ലി എന്തോ ഒരു നെയിമുണ്ട്, എനിക്ക് അതിൻ്റെ നെയിം അറിയില്ല കറക്റ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ. ആൻഡ് നമ്മളിവിടെ ഷാഡോസ് കാര്യങ്ങളൊക്കെ ഒരു ഒറിജിനൽ ലുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ ഷാഡോസൊക്കെ ആഡ് ചെയ്യുന്നു. ആൻഡ് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ മാത്രം ഷാഡോ ആഡ് ചെയ്താൽ പോരാ. ഇവിടുന്ന് ലൈറ്റിങ് വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് പ്രൊഡക്റ്റിലും കൂടി നമുക്ക് ഷാഡോസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടും. ഇതൊരു നൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷാഡോ നമുക്ക് ആഡ് ചെയ്യണം. നമുക്ക് ഡേ ടൈമിലെ ഇമേജസ് പോലെയുള്ള നാച്ചുറലി ആയിട്ടുള്ള ലൈറ്റിങ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ അത്യാവശ്യം ഡാർക്കാവുന്ന രീതിയിൽ നമുക്ക് ഷാഡോ സെറ്റ് ചെയ്യണം. ഓക്കെ. ഷാഡോ സെറ്റ് ചെയ്യുന്നത് ഓവറായി പോകണ്ട. നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്ന ഒരു ഒറിജിനൽ ലുക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ഷാഡോ സെറ്റ് ചെയ്യുക. നിങ്ങളും ഈ ഒരു ഇമേജ് വെച്ചിട്ട് സെയിം ടൈം നിങ്ങളും ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് കണ്ടുപോയതുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രോസസ്സ് മനസ്സിലാവില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു വട്ടമെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ ചെയ്താലേ എനിക്കൊരു ഇത് കിട്ടുള്ളൂ. ആൻഡ് ഈ ഒരു ഇതിൻ്റെ ഷാഡോ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഡാർക്കായിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനും പ്രൊഫഷണലായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ. ജസ്റ്റ് ബ്രഷ് ടൂൾ യൂസ് ചെയ്യുക, ബ്രഷ് സെലക്ട് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ബ്രഷ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക, കളർ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക, ബ്ലാക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതേപോലെ കൊടുക്കുക. ഇവിടെ ഒപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒപ്പാസിറ്റി 100 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ക്ലിക്കിൽ തന്നെ ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു ഇതാവും വരിക. സോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മെല്ലെ മെല്ലെ ആ ഒരു ഫ്ലോ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സെറ്റ് ചെയ്യണം. ആൻഡ് ഇവിടെയൊക്കെ കുറച്ച് ഓവറായിട്ടുണ്ട്. സോ ഒരു വീഡിയോ എറേസ് ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു 2 ഇമേജിനും മുകളിലും ഷാഡോസ് ആഡ് ചെയ്യണം. ഈ റൈസ് പൗഡർ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ മുകളിൽ ആദ്യം കോക്കനട്ട് ഓയിലിൻ്റെ മുകളിൽ നമുക്ക് ഷാഡോ ആഡ് ചെയ്യാം. ഈ റൈസ് പൗഡറിൻ്റെ കുറച്ച് താഴെയായിട്ടാണ്, കുറച്ച് ഇപ്പുറത്തായിട്ട് റൈസ് പൗഡറിൻ്റെ ഷാഡോ കോക്കനട്ട് ഓയിലിൽ വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കോക്കനട്ട് ഓയിൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ലെയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാങ്ക് ലെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ പ്ലസ് ഐക്കൺ കൊടുത്താൽ മതി. ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ബ്ലാങ്ക് ലെയർ അവിടെ വന്നിട്ടുണ്ട്. സോ അതിന് മുകളിൽ നമ്മൾ ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള ബ്രഷ് ഓൾറെഡി അവിടെ ഉണ്ടാകും. സോ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അതിന് മുമ്പ് ഇവിടെ ഇത് ക്ലിപ്പ് ചെയ്യണം. ഈ ഒരു ലെയർ ഈ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ലെയറുമായിട്ട് ക്ലിപ്പ് ചെയ്യണം. അതിനായിട്ട് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലെയറിനെ ഈ ഒരു 2 ലെയറിൻ്റെ ഇടയിൽ മൗസ് എത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐക്കൺ കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഈ ലെയറിൽ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതായത് നമ്മളിവിടെ ബ്രഷ് ടൂൾ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ മാത്രമായിട്ട് വരുള്ളൂ. ഓവറോൾ നമ്മളിവിടെ ഷാഡോ കൊടുത്ത പോലെ ഓവറോൾ ഈ ഒരു ഇമേജിൽ മൊത്തത്തിൽ വരില്ല. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ മാത്രമേ നമ്മൾ ഈ കൊടുക്കുന്ന ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുള്ളൂ. ഓക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഒരു ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ റിലീസ് ക്ലിപ്പിംഗ് മാസ്ക് എന്നാണ് ഇവിടെ നമ്മൾ ഓൾറെഡി ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തുകൊണ്ട് റിലീസ് ക്ലിപ്പിംഗ് മാസ്ക് എന്നാണ് അവിടെ ഉള്ളത്. അവിടെ ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ
ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ആ ഒരു ലെയറിൻ്റെ ഇടയിലായിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നമ്മളിവിടെ ഷാഡോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നു. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ ഒരു ഷാഡോസ് കാര്യങ്ങളൊക്കെ ഇതുപോലെ ആഡ് ചെയ്യുന്നു. ആൻഡ് ഈ സൈഡിലും നമുക്ക് ഷാഡോ പോർഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് ഷാഡോസ് ആഡ് ചെയ്യണം. ഷാഡോസ് ഓവറായി പോകരുത്. ഓവറായി പോയാൽ എൻറ്റയർലി നമ്മുടെ ഒരു ഒറിജിനൽ ലുക്കിനെ ബാധിക്കും. ഓക്കെ, നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നല്ല, അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നാണ് നമുക്ക് ലൈറ്റ് വരുന്നത്. സോ ഈ ഒരു സൈഡ് നമുക്ക് ഡാർക്ക് ആക്കണം. ഒരു ഷാഡോസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡാർക്ക് ആക്കണം. ഞാൻ പെട്ടെന്ന് ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സൈഡും നമ്മുടെ ഇതിന് താഴെ ഭാഗത്തൊക്കെ നമ്മൾ അത്യാവശ്യം ഡാർക്ക് ആക്കിയിട്ടുണ്ട്. ഈ ഒരു സെൻറ്റർ പൊസിഷനിൽ ഒരു ലൈറ്റിംഗ് വരുന്ന രീതിയിൽ ലോഗോ കാര്യങ്ങളൊന്നും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു സെൻറ്റർ പൊസിഷൻ നമ്മളിവിടെ വിട്ടിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പൊസിഷനിലും നമ്മളതുപോലെ ഷാഡോ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഷാഡോ കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൈസ് പൗഡറിൻ്റെ ഷാഡോ ചെറുതായിട്ട് ഈ ഒരു കോക്കനട്ട് ഓയിൽ റിഫ്ലക്റ്റ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു പ്രോസസ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. താഴെ നമ്മൾ ഷാഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പൊസിഷനിൽ നമുക്കൊന്നും കൂടി ഡാർക്ക് ചെയ്യാം. ആൻഡ് ഇതേപോലെ സെയിം നമ്മൾ റൈസ് പൗഡറിലും ചെയ്യണം. അതിനായിട്ട് റൈസ് പൗഡറിൻ്റെ ലെയർ ക്ലിക്ക് ചെയ്യുക. അതിന് മുകളിൽ ഒരു ബ്ലാങ്ക് ലെയർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ആ ഒരു ലെയർ ഈ ഒരു റൈസ് പൗഡറിൻ്റെ ലെയറുമായിട്ട് ക്ലിപ്പ് മാസ്ക് ചെയ്യുക. എന്നിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു. സെയിം മെത്തേഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഒരു ലെയറിനും നമ്മൾ ഷാഡോസ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഉണ്ടോ? ഇതുപോലെ നമുക്ക് ഷാഡോസ് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്ലിപ്പ് മാസ്ക് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ആ ഒരു റൈസ് പൗഡറിൻ്റെ ലെയറിൽ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ടൈം എടുത്ത് ഓരോ പ്രൊപ്പോർഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനായിട്ടും ബെറ്റർ ആയിട്ടുള്ള ഔട്ടിലോട്ട് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തു പോകണം. നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യാണ്, സ്ക്രീൻ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ട്യൂട്ടോറിയലാണ്. സോ നമ്മൾ അപ്ലോഡിങ്ങിനും കാര്യങ്ങളൊക്കെ അത് ഓവർ ലെങ്ത് ആയി കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യും. സോ ഏകദേശം ഒരു രീതിയിൽ നമ്മളൊരു ഷാഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി പ്രൊഫഷണൽ ലെവൽ ആവാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു 2 ലെയറിന് മുകളിലും ഒരു ഓവർലേ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇതിനൊന്നും കൂടി ഒരു ലൈറ്റിങ് സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആദ്യം കോക്കനട്ട് ഓയിലിൻ്റെ ഈ ഒരു ഓൾറെഡി നമ്മൾ ഓവർലേ ഷാഡോ കൊടുത്ത ലെയറിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ലെയർ കൂടി ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഈ ഒരു ലെയറുമായിട്ട് ക്ലിപ്പ് മാസ്ക് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ബ്ലെൻഡ് മോഡിൽ ഓവർലേ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഓവർലേ കൊടുക്കുന്നു. ആ ഒരു ലെയറിനെ നമ്മൾ ഇവിടെ ഓവർലേ കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് ബ്രഷ് ടൂൾ വൈറ്റ് കളർ ആക്കിയതിന് ശേഷം നമുക്കിവിടെ ലൈറ്റായിട്ട് നിൽക്കുന്ന ഈ ഒരു പോർഷന് ഒന്നും കൂടി ഹൈലൈറ്റായി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ലൈറ്റ് പോർഷനിൽ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ അവിടെ നല്ല രീതിയിൽ ഒരു ബ്രൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റിങ് അവിടെ തട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഓവർ ഒരു ഷാഡോയിഷ് ഒരു അതായത് നമ്മൾ പ്രൊഡക്റ്റ് അത്യാവശ്യം ഹൈലൈറ്റ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. ഇവിടെ ഡാർക്ക്, ഈ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്, പ്ലസ് ഇവിടെ നിന്ന് ഈ ഒരു മൂണിൻ്റെ റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന രീതിയിലാണ് ഇങ്ങനൊരു ലൈറ്റ് നമുക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു റൈസ് പൗഡറിൻ്റെ മുകളിലും സെറ്റ് ചെയ്യണം. അതിനായിട്ട് റൈസ് പൗഡറിനെ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിന് മുകളിൽ ആ ഷാഡോൻ്റെ മുകളിൽ നമ്മളൊരു ബ്ലാങ്ക് ലെയർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഇതുമായിട്ട് ക്ലിപ്പ് മാസ്ക് ചെയ്യുന്നു. ദെൻ നമ്മൾ സെയിം ചെയ്ത പോലെ തന്നെ ഈ ഒരു ബ്ലെൻഡ് മോഡ് നോർമലിൽ നിന്ന് നമ്മൾ ഓവർലേ ആക്കിയിട്ട് മാറ്റുന്നു. ഇനി ജസ്റ്റ് ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെയും നമ്മൾ അതുപോലെ ആ ഒരു പ്രൊഡക്റ്റ് ഹൈലൈറ്റ് ആകാൻ വേണ്ടി നമ്മൾ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടൊരു കമ്പനിക്ക് ചെയ്യുന്ന പോസ്റ്റർ ആയതുകൊണ്ട് വെറും ഇത് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ പോരാ, നമുക്ക് പ്രൊഡക്റ്റ് എന്തായാലും ഹൈലൈറ്റ് ആവണം. സോ ആ രീതിയിൽ നമ്മളവിടെ ഒരു ഓവർലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ ചെറുതായിട്ട് ഒരു റിഫ്ലക്ഷൻ വരുന്ന രീതിയിൽ നമ്മൾ ഓവർലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അത് നമുക്കവിടെ സെറ്റായി, നമ്മുടെ പ്രോഡക്റ്റ് അവിടെ സെറ്റായി. ഇനി നമുക്ക് ഈ ഒരു വിൻഡോക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ടാബിൾ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ഇമേജാണ്. ആൻഡ് ഇവിടെ
ഈ ഒരു ഭാഗം ബ്ലറായിട്ടാണ് കിടക്കുന്നത്. സോ ഈ ഒരു പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ബ്ലറായിട്ടാണ് ഓൾറെഡി ആ ഒരു ഇമേജിൽ കിടക്കുന്നത്. ബട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്ലറും ഇവിടെ ബ്ലറാവാത്ത രീതിയിലാണ് കിടക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ഇമേജിനെ ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇവിടുത്തെ ഇമേജസിൻ്റെ ലുക്ക് പോകുകയില്ല, എന്നാൽ പ്രൊഡക്റ്റിക്ക് ഓവർ ഫോക്കസ് കിട്ടുന്ന രീതിയിൽ ഒരു ഒറിജിനൽ ഇമേജ് നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ ഈ ഒരു സ്കൈൻ്റെ ആദ്യത്തെ ഇമേജ്, അത് കോപ്പി എടുത്ത ഇമേജ് അല്ല, ഷാഡോ കൊടുത്ത ഈ ഒരു ഇമേജ് അല്ല, ആദ്യമുള്ള ഈ സ്കൈൻ്റെ ഇമേജും ഒരു വിൻഡോൻ്റെ ഇമേജും സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫിൽറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കണം, രണ്ടും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ആദ്യം സ്കൈൻ്റെ ഇമേജ് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഫിൽറ്ററിൽ പോയി കഴിഞ്ഞാൽ ബ്ലർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗോഷ്യൻ ബ്ലർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും, നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ, ഷാഡോക്ക് കൊടുത്ത പോലെ തന്നെ. സോ അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓവർ ബ്ലർ ആവാത്ത രീതിയിൽ ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണുന്ന രീതിയിൽ അവിടെ ഒരു ക്രസൻറ്റ് ഉള്ള രീതിയിൽ തന്നെ നമ്മൾ ഒരു 8.4 എന്ന രീതിയിൽ ഒരു ബ്ലർ എമൗണ്ട് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കൊന്നും കൂടി ഒരു ലുക്ക് കിട്ടും, ഒരു ഒറിജിനൽ ലുക്ക് കിട്ടും. ആൻഡ് നമുക്ക് ഈ ഒരു വിൻഡോൻ്റെ ലെയറിനും അതുപോലെ കൊടുക്കണം, കാരണം നമുക്ക് ഇവിടെ ഈ വിൻഡോൻ്റെ ഇപ്പുറത്തുള്ള പോർഷൻസ് കാര്യങ്ങളൊക്കെ ബ്ലറായിട്ടാണ് ഓട്ടോമാറ്റിക്കലി കിടക്കുന്നത്. സോ ഈ ഒരു പോർഷനും നമുക്ക് ബ്ലർ ചെയ്യണം, വിൻഡോൻ്റെ പോർഷൻ. സോ അതിനായിട്ട് നമ്മൾ വിൻഡോൻ്റെ പോർഷൻ എടുത്തിട്ട് ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർ, ഗോഷ്യൻ ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. സോ ആ ഒരു വിൻഡോയും ഇപ്പോൾ അവിടെ ബ്ലറായിട്ടുണ്ട്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒന്നും കൂടി ഒരു ഒറിജിനൽ ലുക്കിലോട്ട് നമ്മളെ പോസ്റ്റർ മാറിയിട്ടുണ്ട്. Ctrl+0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ Ctrl+0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിലോട്ട് ഫില്ല് ചെയ്തിട്ട് വരും. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്റ്റ് നിൽക്കുന്നു, ഈ പ്രൊഡക്റ്റിലോട്ടാണ് ക്യാമറ ഫോക്കസ് ആവുന്നത്. ആൻഡ് ഇവിടെയുള്ള ബാക്ക്ഗ്രൗണ്ടിലെ ഇമേജസ് കാര്യങ്ങളൊക്കെ ബ്ലറായി പോയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രസൻറ്റ് നിൽക്കുന്നുണ്ട് ഈദ് പ്രമാണിച്ച്. സോ അതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ ഉണ്ട്. ഒരു പ്രോഡക്റ്റിൻ്റെ ഷാഡോസ് കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇനി ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഏവർക്കും ഈദാശംസകൾ. ഈ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി PNG ആക്കി വെച്ചിട്ടുണ്ട്. അത് അനാഗ് എന്ന് പറഞ്ഞിട്ട്, അനാഗ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ടാണ് ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫോണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഗൂഗിൾ ഫോണ്ടിൽ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഫോണ്ട് സെർച്ച് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ഒരു സിപ്പ് ഫയൽ ആവും. അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഫോണ്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിലോട്ട് ആ ഒരു ഫോണ്ട് ഇൻസ്റ്റാൾ ആവും. ഓക്കെ. ആൻഡ് ഇപ്പോൾ ഒരു ഓവറോൾ ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ചെറുതായിട്ടൊരു ഓവർലെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇവിടെ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആക്കണം. ഓവർലെ കൊടുത്തിട്ട് ഇവിടെ ഈ ഒരു പോർഷൻ നമുക്ക് ഡാർക്ക് ആക്കണം. ആൻഡ് ഈ ഡാർക്ക് ആക്കിയിട്ട് നമ്മുടെ ഇമേജിൻ്റെ ലുക്ക് ഈ ഒരു പോർഷനിലോട്ട് ലൈറ്റിങ് കാര്യങ്ങൾ പോകുന്ന രീതിയിൽ ഇവിടെ ഡാർക്ക് ആക്കണം. ഇവിടുന്ന് ചെറുതായിട്ടൊരു ലൈറ്റിങ് ഒന്നും കൂടി ആഡ് ചെയ്യണം. ആൻഡ് നമുക്കിവിടെ ലോഗോയും ഇവിടെ ടെക്സ്റ്റ് വരാനുള്ളതുകൊണ്ട് നമുക്കിവിടെ കുറച്ചും കൂടി ഡാർക്ക് ആക്കിയിട്ട് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൂടി ഡാർക്ക് ആക്കിയിട്ട് നമ്മൾ ലൈറ്റ് കളറിൽ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി വിസിബിലിറ്റി കിട്ടും. ഇവിടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഇതാണ് ഇനി നമുക്ക് ഈ ഒരു പോസ്റ്ററിൽ ബാക്കിയുള്ളത്. ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ആൻഡ് ഈ ഒരു ഓവറോൾ ഈ ഒരു പോസ്റ്റർ ലെയേഴ്സിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഓവർലേ ലെയർ. എന്നിട്ട് അതിൻ്റെ ബ്ലെൻഡ് മോഡ് നോർമലിൽ നിന്ന് ഓവർലോട്ട് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിവിടെ ഓട്ടോമാറ്റിക്കലി വൈറ്റിലാണ് കിടക്കുന്നത്, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. എന്നിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ബ്രഷ് ടൂളിൻ്റെ സൈസ് ഒന്ന് കൂട്ടിയിട്ട് നമ്മളിതുപോലെ ലൈറ്റ് വരുന്ന പൊസിഷനിൽ നമ്മളിതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ആൻഡ് അവിടെ ആ ഒരു ലൈറ്റിങ് വരുന്നത് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഏരിയയിൽ നിന്ന് ലൈറ്റ് വരുന്ന പൊസിഷനിൽ നമ്മളിതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. സോ ആ ഒരു ഓവർലേ എഫക്റ്റ് വരുന്നത് കാണാൻ പറ്റും. ആ ഒരു സൈഡിൽ നിന്ന് ആ ഒരു ലൈറ്റിങ് വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ആൻഡ് സെയിം ടൈം നമുക്ക് ഈ ഒരു ഇത് ഇവിടെ ഈ സൈഡ് ഡാർക്ക് ആക്കണം. അതിനായിട്ട് നമ്മൾ പുതിയൊരു ലെയർ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു ലെയർ തന്നെ ചെയ്താൽ മതി. നമുക്ക് രണ്ട് ലെയറും സെപ്പറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും വരുത്താനായിട്ട് പിന്നെ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സോ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനും നമ്മൾ ഓവർലേ കൊടുക്കുന്നു. ഇവിടെ വൈറ്റ് എന്നുള്ളിടത്ത് നമ്മൾ ബ്ലാക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡ് ഷാഡോ വരുന്ന ഈ സൈഡ് നമ്മൾ ഡാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു സൈഡ് നമ്മൾ ഡാർക്ക് ചെയ്തിട്ട് ഈ ഒരു താഴെ ഭാഗത്തുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ
ഡാർക്ക് കളർ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അത്യാവശ്യം ചെറുതായിട്ട് അവിടുത്തെ ഒരു ഡീറ്റെയിൽസ് കാണുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഏരിയ ഒക്കെ നമ്മൾ ഡാർക്കാക്കിയിട്ട് മാറ്റുന്നു. ഇവിടെയാണ് നമ്മൾ ടെക്സ്റ്റ് വരുന്നത്, അവിടെ ഒന്നുകൂടി ഡാർക്കാക്കിയിട്ട് കൊടുക്കാം. ആൻഡ് ഇത്രയും ഡാർക്കാക്കിയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഓവറോൾ ഒരു ലുക്കിലോട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ ലോഗോയും സോഷ്യൽ മീഡിയ ഐക്കൺസും ഇത് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു PNG ആക്കിയിട്ട് സേവ് ചെയ്ത് വെച്ചതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ ലോഗോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ കമ്പനീസിന് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇത് ഞാൻ PNG ആക്കിയിട്ട് ഐക്കൺസ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഒരു വർക്ക് ഫയലിൽ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് PNG ആക്കി സേവ് ചെയ്ത് വെച്ചാണ്. സോ സോഷ്യൽ മീഡിയ ഐക്കൺസ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇത് ഇത്ര സൈസ് വേണമെന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ആരും സോഷ്യൽ മീഡിയ നോക്കിയിട്ട് പോയി ചെക്ക് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. നമുക്ക് ഓൾറെഡി ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. സോ അവിടെ ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. സോ ജസ്റ്റ് ഒരു റെഫറൻസ്, ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. നമ്മുടെ ടെക്സ്റ്റ് നമ്മളിവിടെ ഓൾറെഡി ഇത് അനാഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ട് യൂസ് ചെയ്തിട്ട്, അനാഗ് സെമി കണ്ടൻസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അനാഗ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൽ ഈ ഫോണ്ട് അവൈലബിൾ ആവും. ഓക്കെ, സോ നമ്മുടെ ടെക്സ്റ്റ് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാർജിൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു സ്പേസ് അവിടെ വിട്ടിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാർജിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഇത് ഓൾറെഡി എനിക്ക് ചെയ്ത് ശീലമുള്ളതുകൊണ്ട് ഓൾറെഡി മാർജിൻസ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി എനിക്ക് അറിയാനായിട്ട് പറ്റും. അവർ ലെയറിന് ഇപ്പോൾ ഇവിടെ വിട്ട ഈ ഒരു സ്പേസും ഏകദേശം ഈക്വലാക്കാൻ നമുക്കിങ്ങനെ ജസ്റ്റ് കൊടുത്താൽ തന്നെ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ഈക്വലായിട്ട് എനിക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പോസ്റ്റർ ചെയ്ത് എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ബിഗിനറായ ഒരാളെ സംബന്ധിച്ചിടത്തോളം മാർജിൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലും നമ്മുടെ മറ്റ് വീഡിയോസിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാർജിൻ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത്. സോ ഇതിവിടെ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് മിനിമലായിട്ട് നമ്മൾ ഫോണ്ട് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന ഒരാൾക്ക് പെരുന്നാളിൻ്റെ തീമാണെന്നുള്ളത് ഒരു പെരുന്നാളിൻ്റെ ഒരു ആശംസ കോട്ട് എന്ന രീതിയിൽ ഏവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ എന്നുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓവറായിട്ട് ഭയങ്കരമായിട്ടുള്ള കോട്ട് കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ അത്രയും പ്രൊഫഷണൽ ആയിട്ടൊരു പ്രീമിയം ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് ആഡ് ചെയ്തത്. ആൻഡ് നമ്മുടെ ലോഗോ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോസ്റ്ററിലെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. സോ ഒരു ലോഗോ കൂടി നമ്മളിവിടെ ടോപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫയൽസ് കാര്യങ്ങളൊക്കെ സെയിം ഫയൽസ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കും ഇതേപോലെ സെയിം ക്രിയേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ID കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. സോ അതിലോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ തരാം. നല്ല വാക്കുകൾ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഓഡിയൻസ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ എൻ്റെ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അത് നിങ്ങളുടെ ഓഡിയൻസ് എന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. നമ്മൾ പെട്ടെന്ന് ഇത് എത്തുന്നതിന് മുമ്പ് നമുക്കിത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഓഡിയൻസിന് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മാനിപ്പുലേഷൻ പോസ്റ്റേഴ്സ് ചോദിച്ചവർക്ക് കുറേയൊക്കെ ഒരു ഫോട്ടോ മാനിപ്പുലേഷൻസ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്ററാണ് ഇത്. ആൻഡ് ഇത് പോസ്റ്റർ ചോദിച്ചവർക്കും ഒരു ഐഡിയാസ് കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു, ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ, നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലായി അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും അതിൽ വിചാരിക്കേണ്ട. കൃത്യമായിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയാം. വീഡിയോ ഓവർ ലെങ്ത് ആയിട്ട് പോകുന്നുണ്ട്. ഓവർ ലെങ്ത് ആവാതെ തന്നെ നമ്മൾ ഇതിന് ഇൻട്രൊഡക്ഷനും ഔട്ട്ഡോർ കാര്യങ്ങളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോ കൂടി തന്നെയാണ് പറയുന്നത്. നമുക്ക് ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ്. സോ എത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ അടുത്ത നല്ലൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു പോസ്റ്റർ അടുത്തന്നെ വരുന്നുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ളൊരു പോസ്റ്ററോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു വർക്കിൻ്റെ ട്യൂട്ടോറിയലുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.